വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്വീറ്റ് കോണിൻ്റെ ഒരു ചാറ്റ് മസാല ആയിട്ടാണ് കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 2 ചോളമാണ് കേട്ടോ. ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സൈഡൊക്കെ കുറച്ചൊന്ന് ചീത്തയായ പോലെ തോന്നിയെങ്കിലും അത് ഓപ്പൺ ചെയ്തപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു ചാറ്റ് മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ചീത്തയൊന്നും ആയിട്ടില്ല. കൈകൊണ്ട് പൊട്ടിച്ചപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോന്നൊക്കെ പെറിഞ്ഞു വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പച്ചയ്ക്ക് കപ്പ അതുപോലെ തന്നെ ഈ ഒരു ചോളം ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കടലൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലർക്കൊന്നും ചേരില്ല, വയറുവേദന ഉണ്ടാവും. അപ്പോൾ അത് അങ്ങനെ പച്ചയ്ക്ക് എല്ലാവരും കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞുതരാം. ഈ നിലക്കടല പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതുപോലെ ചോളം കപ്പ ഒക്കെ കഴിച്ച് വയറുവേദന ഉള്ളവരാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കഷ്ണം ശർക്കര കഴിക്കുകയാണെങ്കിൽ ആ ഒരു വയറുവേദന ഉണ്ടാവില്ല കേട്ടോ. അത് പണ്ട് എൻ്റെ വീട്ടിൽ മുമ്പൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവാണ്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുമില്ല കേട്ടോ. അപ്പോൾ അത് കേട്ട അറിവാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെ ഒരുപാട് കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ 2 ചോളം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും നമ്മൾ മണിക്കൂറുകളോളം ഒന്നും ചോളം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു സ്വീറ്റ് കോണാണ്, വളരെ നല്ല പിഞ്ചായിട്ടുള്ളതാണ്. നല്ല പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പിന്നെ ഒരു ചെറിയൊരു ക്രഞ്ചിനെസ് വേണം ഈ ഒരു ചാറ്റ് മസാലയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ തിളപ്പിച്ചെടുത്ത് ചൂടോടുകൂടെ തന്നെ കൈ പിടിക്കാൻ പറ്റുന്ന ചൂടോടുകൂടെ തന്നെ അതെടുത്ത് ചോളം എല്ലാം തന്നെ ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടർത്തിയെടുക്കാൻ വളരെ ഈസിയാണ്. ഒരു ലൈന് മാത്രം നമുക്കൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ സ്പൂൺ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ. അത് ഒരു ലൈൻ അങ്ങോട്ട് കുത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചോളമൊക്കെ നന്നായിട്ട് തന്നെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്യുക, സെർവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ നമ്മളൊരു ചെറിയൊരു സവാള നന്നായിട്ട് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സവാള 1 2 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ്. വിനീഗർ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് വിനീഗറാണ് ചേർത്തിട്ടുള്ളത്. ഇത് അവോയ്ഡ് ഇത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തിട്ട് പകരം നമ്മൾക്ക് നാരങ്ങ നീര് ഇതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഇനി സെർവ് ചെയ്യാം. പിന്നെ ചെറിയ ചൂടോടുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റീം ചെയ്യാം. പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം. മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ അതുപോലെ പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.